വിരാട രാജാവിന് പെട്ടെന്ന് കീചകനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിരാട രാജ്യത്ത് പാണ്ഡവര് അവരുടെ അജ്ഞാതവാസത്തിന് വേണ്ടിയിട്ട് വരുന്നത്. കാരണം ധർമ്മപുത്രരുടെ അച്ഛൻ യമദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ സ്ഥലം മാത്സ്യരാജ്യമാണ്, വിരാട രാജ്യമാണ്. അവിടെ നിങ്ങൾ പോയി നിങ്ങൾ താമസിച്ചാൽ ആരും നിങ്ങൾ അറിയയില്ല എന്ന് പറഞ്ഞതനുസരിച്ച് പാണ്ഡവർ കൂടിയാലോചിച്ച് അങ്ങനെ വിരാട രാജാവിൻ്റെ രാജധാനിയിൽ വന്ന് അവർ പലവിധ ജോലികൾ ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ധർമ്മപുത്രരുടെ ഒരു സന്യാസി, കങ്കൻ എന്ന പേരിൽ ഒരു സന്യാസിയായിട്ട് രാജാവിനെ സഹായിക്കാനും ചൂതുകളിൽ സഹായിക്കാനും കഥകൾ പറഞ്ഞ് രസിപ്പിക്കാനും ഒക്കെ ആയിട്ട് അവിടെ കൂടുന്നു. ഭീമൻ ശക്തനാണല്ലോ. ഭീമൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഭാരമേറിയ ജോലികൾ, അതായത് വെള്ളം കോരുക, വിറക് വെട്ടുക, അതേപോലെ കാളകളെയും ആനകളെയും ഒക്കെ പിടിച്ചു നിർത്തുക, അതൊക്കെ ഭീമൻ ചെയ്തപ്പോൾ വിരാട രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ ഭീമൻ അവിടെ അറിയപ്പെടുന്ന ഒരാളായി മാറുന്നു. അത് കഴിഞ്ഞ് അർജുനന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അർജുനൻ ശാപമേറ്റ് ഉർവശി, അമ്മയ്ക്ക് സമാനമായ ഉർവശി അർജുനനോട് കാമാപരിത്തം നടത്തി. അർജുനൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു, അവിടെ ശമിച്ചു. അങ്ങനെ ഒരു നപുംസകമായി പോയി. അപ്പോൾ കഥകളിയിൽ വരുമ്പോൾ, വേഷത്തിൽ വരുമ്പോൾ ഈ ബൃഹന്നള എന്ന പേരിലാണ് അർജുനൻ അറിയപ്പെടുന്നത്. ബൃഹന്നള വരുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ മനസ്സിലാകും. കാരണം മുല വെച്ച് കെട്ടിയിരിക്കുന്നത്. എന്തിനാണ് ഈ പുരുഷവേഷം മുല വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ അർജുനൻ അവിടെ അന്തഃപുരത്തിലെ സ്ത്രീകളെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുമൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അവിടെ കഴിഞ്ഞു പോവുകയാണ്. പിന്നെ അടുത്തത് നകുലൻ സഹദേവനും. നകുലൻ കുതിരകളെ നോക്കുന്ന ജോലിയും സഹദേവൻ പശുക്കളെ നോക്കുന്ന ജോലിയുമായിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെ അവർ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ബൈ ചാൻസിൽ അവർ ഈ കീചകൻ സുന്ദരിയായ പാഞ്ചാലിയെ, സൈലന്ധ്രി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്, സൈലന്ധ്രിയെ കാണാനിടയാവും. അവളെ കണ്ട് സഹിക്കാൻ വയ്യാത്ത കാമ മോഹിതനാവുന്നു. അപ്പോൾ അവളെ സമീപിച്ചിട്ട് പറയുന്നു ഇങ്ങനെ. അപ്പോൾ അവൾ പറയും, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഗന്ധർവന്മാരാണെന്ന് പറയും. 5 ഭർത്താക്കന്മാരുണ്ട്, അവരെല്ലാം കൂടെ നിന്നെ ശരിയാക്കും, അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോകണമെന്ന് നല്ലതെന്ന് പറയും. അങ്ങനെ കീചകന് ഒരു ഭയമായി. അങ്ങനെ കീചകൻ ചെന്ന് സഹോദരിയായ സുദേഷ്ണയുടെ അടുത്ത് എന്ന് പറയുന്നു, നാണം കെട്ട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ചേച്ചി അവളെ ഒന്ന് വളച്ച് തരണം. അപ്പോൾ സുദേഷ്ണ പറയും, ഇത് നിനക്ക് ദോഷമാണ് കീചക, നീ വിചാരിക്കുന്നത് പോലെ അല്ല. അവൾക്ക് ഭർത്താക്കന്മാർ 5 ഉണ്ട്, ഞാനിതിലൊന്നും ഇടപെട്ട. കൂടെ അങ്ങനെയല്ല, എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തത്തുകളെന്ന് പറയും. അപ്പോൾ സുദേഷ്ണ ഒരു വഴി പറഞ്ഞു കൊടുക്കും, നീ ഒരു കാര്യം വരുന്ന വാവില് അവിടെ ഈ മദ്യവും, അതായത് ഉദകവും ഒക്കെ, മദ്യവും ചോറുമൊക്കെ ആയിട്ട് കീചകന്റെ കൊട്ടാരത്തിൽ ചെന്നാൽ അവളെ നീ ഉണ്ടാക്കി വച്ചാൽ ഞാൻ അവളെ അങ്ങോട്ട് അയക്കാം. ആ സമയത്ത് നീ നല്ല വാക്ക് പറഞ്ഞ് അവളെ സമീപിച്ച് അവളെ നീ വശത്താക്കി കൊള്ളുക എന്ന് സഹോദരി പറഞ്ഞു. അതനുസരിച്ച് കീചകൻ സന്തോഷത്തോടെ പോയി. ഈ സമയത്ത് സുദേഷ്ണ സൈലന്ധ്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ഈ കീചകന്റെ കൊട്ടാരത്തിൽ പോയി ഈ മധു, അതായത് മദ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാണ്. അപ്പോൾ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ പോയേ പറ്റും. അങ്ങനെ ഇവള് വളരെ വേദനയോടുകൂടി കീചകന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന അതിമനോഹരമായ ഒരു രംഗമുണ്ട്. അത് ചോണീന്ദ്രപത്നിയുടെ അതൊരു ദണ്ഡകമാണ്, അതിമനോഹരമായ ദണ്ഡകമാണ്. അത് നിങ്ങൾക്ക് കേൾക്കും മനസ്സിലാകും. ചിരിയമ്മ തമ്പിയുടെ അതിപ്രസിദ്ധമായ ഒരു ദണ്ഡകമാണ് ഈ അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഇവള് അവിടെ ചെന്ന് ഈ പാത്രം കൊണ്ടുപോയി, പാത്രം കൊണ്ടാണ്